പ്രിയപ്പെട്ട മക്കളെ, മാസ് പ്ലസൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികൾക്കായി ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള ഡിസ്കഷനാണ് ഉദ്ദേശിക്കുന്നത്. ബംഗാളി റൈറ്ററായിട്ടുള്ള പ്രഭാത് കുമാർ മുഖോപാധ്യായ് രചിച്ച ദ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ് എന്ന ചാപ്റ്ററാണ് ഇന്നത്തെ ഡിസ്കഷൻ. ആരായിരുന്നു പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്നുള്ളത് ഒരു ചെറിയ അറിവ് നമുക്കുണ്ടാവുന്നത് നന്നായിരിക്കും. 1873 അദ്ദേഹം ജനിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറയുന്നത് വെറും 59 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. 1932 ഈ ലോകത്തോട് വിട പറഞ്ഞു. അതിനിടയിൽ അദ്ദേഹം നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടി ലണ്ടനിൽ പോയി ലോ ഡിഗ്രിയൊക്കെ എടുത്തു. നാട്ടിലെത്തി ലീഗൽ പ്രാക്ടീസിലായിരുന്നു കുറച്ചു കാലമൊക്കെ. അതിനുശേഷം അദ്ദേഹത്തിന് യൂണിവേഴ്സിറ്റി ഓഫ് കൽക്കത്തയിൽ പ്രൊഫസറായി സേവനം ചെയ്യാനുള്ള അവസരം കിട്ടി. അങ്ങനെ 1916 മുതൽ 1932 അദ്ദേഹത്തിന് മരണം വരെ അദ്ദേഹം പ്രൊഫസറായി സേവനം ചെയ്തു. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ നല്ലൊരു എഴുത്തുകാരനായിരുന്നു പ്രഭാത് കുമാർ. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നമുക്ക് പറയുകയാണെങ്കിൽ ഒത്തിരി നോവലുകളും ഷോർട്ട് സ്റ്റോറീസും ഒക്കെ എഴുതിയിട്ടുണ്ട് അദ്ദേഹം. അതിന് പുറമെ ഒരു പോയറ്റ് കൂടിയായിരുന്നു. പോയംസും എഴുതിയിട്ടുണ്ട്. ബംഗാളിയിൽ എഴുതി മറ്റ് പല ലാംഗ്വേജുകളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ടുള്ള കൃതികളാണ് പലതും. ഏകദേശം 100-ലധികം ഷോർട്ട് സ്റ്റോറീസ് മാത്രം എഴുതിയിട്ടുണ്ട്. 14ഓളം നോവലുകൾ. അതിനെല്ലാം പുറമെ പോയറ്റിക് കളക്ഷൻസ് വേറെയും രചിച്ചിട്ടുള്ള ഒരു ഗ്രേറ്റ് ബംഗാളി ലിറ്ററേച്ചർ റൈറ്ററാണ് പ്രഭാത് കുമാർ മുഖോപാധ്യായ് എന്ന് പറയുന്നത്. നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിൻ്റെ പേരെന്തായിരുന്നു? വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ളതാണ്. അതിൽ നമ്മൾ ആൻഡ് ഗാന്ധി കെയിം എന്ന ചാപ്റ്റർ വളരെ വിശദമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഗാന്ധിജിയുടെ വാക്കുകളും പ്രവൃത്തികളും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കണക്ട് ചെയ്യാം. വേർഡ്സ് ആൻഡ് ഡീഡ്സ് എന്നുള്ള ഒരു ചാപ്റ്ററാണ് ഗാന്ധിജിയുടെ ചാപ്റ്റർ. ഗാന്ധിജിയുടെ വാക്കുകളും പ്രവൃത്തികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ ലിങ്ക്ഡ് ആയിരുന്നു. പറഞ്ഞത് പ്രവർത്തിച്ചു, പ്രവർത്തിച്ചത് പറഞ്ഞു. ഇനി നമുക്ക് അതുമായി റിലേറ്റഡ് ആയിട്ട് തന്നെയുള്ള എന്ന് പറഞ്ഞാൽ നമ്മൾ മോസ്റ്റ് ട്രസ്റ്റഡ് ആവുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. നമ്മളുടെ വാക്കുകൾ പാലിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ വ്യക്തിത്വം സത്യസന്ധമായി കൊണ്ടു നടക്കുന്ന നല്ല പൗരന്മായി തീരുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററുകൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡിസ്കഷനിലേക്ക് നീങ്ങാം. പ്രൈസ് ഓഫ് ഫ്ലവേഴ്സ്. ഇവിടെ മനുഷ്യബന്ധം എത്രത്തോളം രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, അപരിചിതരായ രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടുന്നു, അവർ തമ്മിലുള്ള ഒരു ബന്ധം എത്രത്തോളം ക്ലോസായി മാറുന്നു എന്നുള്ളതാണ്. പരസ്പരം വിശ്വസിക്കാവുന്ന രണ്ട് വ്യക്തിത്വങ്ങളായി മാറുന്നു എന്നുള്ളതാണ്. മുഖോപാധ്യായയുടെ കൃതികളുടെ പ്രത്യേകതകളും അതുതന്നെയാണ്. എന്താണ്? ജീവിതത്തിൽ റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നിന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഇൻസിഡൻസ് എടുത്ത് മനുഷ്യരുടെ പ്രതീക്ഷകളും ചിന്തകളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇഴചേർത്ത് വളരെ മനോഹരമായി അവതരിപ്പിക്കാനുള്ള പ്രഭാത് കുമാർ മുഖോപാധ്യായയുടെ സ്കിൽ അത് നമുക്ക് ഈ ഒരു സ്റ്റോറിയിലും കാണാൻ കഴിയും. ചാപ്റ്ററിൻ്റെ ഡിസ്കഷനിലേക്ക് നീങ്ങാം. ഇറ്റ് വാസ് നിയർലി 1 o'clock ആൻഡ് ഐ വാസ് ഫീലിംഗ് എക്സ്ട്രീംലി ഹംഗ്രി. So I made my way slowly to a vegetarian restaurant which was not far away in St. Martin's Lane. Lunch hours in London restaurants were not so crowded in those days. ഏകദേശം ഉച്ചക്ക് 1 മണിയായിട്ടുണ്ട്. എനിക്ക് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്ക് നീങ്ങുകയാണ്. വിച്ച് വാസ് നോട്ട് ഫാർ അവേ, അത്ര ദൂരത്തൊന്നുമല്ല. ഇൻ സെൻറ്റ് മാർട്ടിൻസ് ലെയിൻ. സെൻറ്റ് മാർട്ടിൻസ് ലൈനിലുള്ള ഒരു നമ്മൾ ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പല റോഡുകളുടെ പേരുകൾ അറിയപ്പെടാറില്ലേ? MG റോഡ് അല്ലെങ്കിൽ APJ അബ്ദുൽ കലാം റോഡ് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? എന്നതുപോലെയുള്ള റോഡിൻ്റെ പേരാണ് സെൻറ്റ് മാർട്ടിൻസ് ലൈൻ എന്ന് പറയുന്നത്. ലഞ്ച് അവേഴ്സ് ഇൻ ലണ്ടൻ റെസ്റ്റോറൻറ്റ്സ് വെയർ നോട്ട് സോ ക്രൗഡഡ് ഇൻ ദോസ് ഡേയ്സ്. അന്ന് ഞാനവിടെയുള്ള സമയത്ത് ലഞ്ച് ടൈമിൽ റെസ്റ്റോറൻറ്റ്സിൽ അത്ര വലിയ തിരക്കൊന്നും ലണ്ടനിൽ ഇല്ല. ലണ്ടൻ്റെ ഒരു പരിസര പ്രദേശമാണ് സെൻറ്റ് മാർട്ടിൻസ് ലൈൻ, അല്ലെങ്കിൽ അവിടെയുള്ളൊരു പ്രാദേശികമായിട്ടുള്ള റോഡ്. I found not more than 3 or 4 hungry people scattered around the room. I chose a table, seated myself and opened the newspaper. അപ്പോൾ ഇതിലൊരു നരേറ്റർ ഉണ്ട്. ഐ എന്ന് പറഞ്ഞിട്ട് അയാൾ സംസാരിക്കുന്നു. അതാരാണ് എന്ന് നമുക്ക് നോക്കാം. അത് നമുക്ക് വഴിയെ മനസ്സിലാവും. ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ കയറിയപ്പോൾ ആകെ വിശന്ന് വന്നിട്ടുള്ള ഒരു 3-4 കസ്റ്റമേഴ്സ് അവിടെ ആകെ ഉള്ളൂ. അവരെങ്ങനെ സ്കാറ്റേഡായിട്ട് അവിടെ ഇവിടങ്ങളിലായിട്ട് ഇരിക്കുന്നുണ്ട്. ഐ ചോസ് എ ടേബിൾ, സീറ്റഡ് മൈസെൽഫ് ആൻഡ് ഓപ്പൺ ദ ന്യൂസ് പേപ്പർ. ഞാനും ഒരു ടേബിളിൽ പോയിരുന്നു. അവിടുന്ന് ഒരു ന്യൂസ് പേപ്പറൊക്കെ എടുത്ത് വായിക്കാൻ തുടങ്ങി. എ വെയിട്രസ് കെയിം അപ്പ് ആൻഡ് വെയിറ്റഡ് പൊളൈറ്റ്ലി ഫോർ മൈ ഓർഡർ. ഐ റേസ്ഡ് മൈ ഐസ് ഫ്രോം ദ പേപ്പർ, ഗ്ലാൻസ്ഡ് അറ്റ് ദ മെനു ആൻഡ് ടോൾഡ് ഹർ വാട്ട് ഐ റിക്വയർഡ്. താങ്ക് യു സർ, ഷീ സെഡ് ആൻഡ് വെൻ ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി എവേ. ഒരു വെയിട്രസ് എൻ്റെ അടുത്ത് വന്നു.
വളരെ പൊളൈറ്റായിട്ട് എൻ്റെ അവിടെ വന്നിങ്ങനെ നിന്നു, എൻ്റെ ഓർഡർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ പേപ്പർ വായിക്കുമായിരുന്നു. പേപ്പറിൽ നിന്ന് കണ്ണെടുത്ത് വെയിറ്റേഴ്സിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി മെനുവിലൂടെ ഒന്ന് കണ്ടുപിടിച്ചു. എനിക്ക് ആവശ്യമായ ഭക്ഷണം ഞാൻ ഓർഡർ ചെയ്തു. ആ വെയിട്രസ് അവളത് സ്വീകരിച്ച് നന്ദി പറഞ്ഞ് ഭക്ഷണ സാധനം എടുക്കാൻ പോയി. ഷി സെഡ് ആൻഡ് വെൻ ബ്രിസ്ക്ലി ആൻഡ് നോയ്സ്ലെസ്ലി അവേ, പെട്ടെന്ന് നിശബ്ദമായി നീങ്ങി. എന്ന് പറഞ്ഞാൽ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സെറീൻ അറ്റ്മോസ്ഫിയറാണ് റെസ്റ്റോറൻറ്റിലുള്ളത്. അറ്റ് ദാറ്റ് മൊമെൻറ്റ് മൈ അറ്റൻഷൻ വാസ് ഡ്രോൺ ടു എ ടേബിൾ നോട്ട് ഫാർ ഫ്രം മൈൻ. എ യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദെയർ. ഷി ഹാഡ് ബീൻ വാച്ചിങ് മീ വിത്ത് ഇൻട്രസ്റ്റഡ് സർപ്രൈസ് ബട്ട് ടേൺഡ് ഹർ ഐസ് എവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹർ. അപ്പോഴാണ്, ആ നിമിഷമാണ് എൻ്റെ അറ്റൻഷൻ, എൻ്റെ ശ്രദ്ധ ഒരു ടേബിളിലേക്ക് നീങ്ങി. അത് എൻ്റെ അടുത്ത് തന്നെയാണ് ടേബിൾ, നോട്ട് അത്ര ദൂരത്തൊന്നുമല്ല ടേബിൾ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കസ്റ്റമർ ഇരിക്കുന്നുണ്ട്. യങ് ഇംഗ്ലീഷ് ഗേൾ വാസ് സിറ്റിംഗ് ദെയർ. ഒരു ചെറുപ്പക്കാരിയായിട്ടുള്ള ഇംഗ്ലീഷ് പെൺകുട്ടി. ഷി ഹാഡ് ബീൻ വാച്ചിങ് മീ. അവൾ എന്നെ ഇങ്ങനെ നിരീക്ഷിക്കുമായിരുന്നു. ഞാൻ അവളെ പെട്ടെന്ന് അറ്റൻഷനിലേക്ക് നോക്കുമ്പോൾ അവളെ അപ്പോൾ എന്നെ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അല്ല ജസ്റ്റ് വെറുതെ നോക്കുകയല്ല. വിത്ത് ഇൻട്രസ്റ്റ് സർപ്രൈസ്. എന്താ കാരണം? ഒന്ന് ഊഹിക്കാം നമുക്ക്. എന്തായിരിക്കും? എന്താണ് നമുക്ക് മനസ്സിലാക്കാം, അതും വഴിയെ മനസ്സിലാക്കാം. വളരെ സർപ്രൈസായിട്ട്, വളരെ താല്പര്യത്തോടുള്ള നോട്ടം. പക്ഷെ ഞാൻ അവളെ മുഖത്തേക്ക് നോക്കിയതും അവൾ എന്ത് ചെയ്തു? ടേൺഡ് ഹർ ഐസ് എവേ ആസ് സൂൺ ആസ് ഐ ലുക്ക്ഡ് അറ്റ് ഹർ. ഞാൻ അവളെ നോക്കിയതും അവൾ എന്നിൽ നിന്ന് കണ്ടെടുത്ത് വേറെ എടുക്കുമോ നോക്കി നിന്നു. ദ ഗേൾ വാസ് 13 or 14 years old. Her clothes betrayed her poverty. A hair hung in a heavy stream down her back. Her eyes were large. They had a sad expression. I watched her when she was not looking so that she would not notice. My lunch was served as she was finishing hers. The waitress brought her the bill. അപ്പോൾ എന്താ സംഭവം? കണ്ടാലൊരു 13-14 വയസ്സേ തോന്നിക്കോളൂ. ക്ലോത്ത്സ് ബിട്രൈഡ് ഹെർ പോവർട്ടി. വളരെ ദരിദ്ര കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത് അവളുടെ വസ്ത്രം കണ്ടാൽ അറിയാം. ദ ക്ലോത്ത്സ് ബിട്രൈഡ്. ബിട്രൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം വെളിപ്പെടുത്തുക എന്നാണ്. ബിട്രൈ എന്ന് പറഞ്ഞാൽ ചീറ്റി എന്നുള്ളതാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അവളുടെ ദാരിദ്ര്യം വിളിച്ചു പറയുന്നതായിരുന്നു അവളുടെ വസ്ത്രം. അവളുടെ മുടിയാണെങ്കിലോ ഹങ് ഇൻ എ ഹെവി സ്ട്രീം ഡൗൺ ഹർ ബാക്ക്. താഴോട്ട് വളരെ ഹെവി ആയിട്ട് തൂങ്ങിക്കിടക്കുന്നു. കണ്ണുകൾ, വലിയ കണ്ണുകൾ. നമുക്കറിയാം, ഈ കഥാപാത്രങ്ങളുടെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ചാപ്റ്ററിൽ നിന്ന്. ഈ പെൺകുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കും. ഈ നരേറ്ററായിട്ടുള്ള ഐ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ക്യാരക്ടർ സ്കെച്ചും ചോദിക്കും. ഐ നരേറ്റർ ആരാണ് എന്നുള്ളത്, ഈ പെൺകുട്ടി ആരാണെന്നുള്ളതൊക്കെ ഇപ്പോൾ ഒരു സസ്പെൻസാണ്. ഉടനെ നിങ്ങൾക്കത് മനസ്സിലാവും. Her hair hung in a heavy stream down her back. Her eyes were large. They had a sad expression. മുഖത്തൊരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന പോലെ. ഞാൻ അവളെ ക്ലോസ് ആയിട്ട് നിരീക്ഷിച്ചു. I watched her when she was not looking. അവൾ എന്നെ നോക്കാത്ത സമയത്ത് ഞാൻ അവളെ നോക്കി. So that she would not notice. അങ്ങനെ ഞാൻ അവളെ അങ്ങനെ നോക്കുന്നുണ്ടെന്നുള്ളത് അവൾ ശ്രദ്ധിക്കരുതല്ലോ. ആ രീതിയിൽ. My lunch was served as she was finishing hers. എനിക്ക് ഭക്ഷണം കിട്ടിയപ്പോഴേക്കും അവളുടെ ഭക്ഷണം അവൾ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ വെയിട്രസ് ബ്രോട്ട് ഹെർ ദ ബിൽ. ആ വെയിട്രസ് അവൾക്കുള്ള ബില്ല് കൊടുത്തു. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ആ റെസ്റ്റോറൻറ്റിലെ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബില്ല് ടേബിൾ കൊടുക്കും. പുറത്ത് പോകുമ്പോൾ അവിടെ ക്യാഷ് കൗണ്ടറിൽ കാശ് കൊടുത്താൽ മതി. അങ്ങനെ ദ ഡെസ്ക് ഈസ് നിയർ ദ ഡോർ. ആ ഡെസ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് കൗണ്ടർ ഡോറിൻ്റെ അടുത്താണ്. ബിൽസ് ആർ പെയ്ഡ് അറ്റ് ദ ഡെസ്ക് ആസ് വൺ ഗോസ് ഔട്ട്. ആൾ പുറത്ത് പോകുമ്പോൾ, കസ്റ്റമർ പുറത്ത് പോകുമ്പോൾ കാശ് കൊടുത്താൽ മതി. ദ ഗേൾ സ്റ്റുഡ് അപ്പ്. മൈ ഐസ് ഫോളോഡ് ഹർ. As she paid her bill, she asked the cashier in a low voice, "Please, miss, can you tell me if that gentleman is an Indian?" അവൾ എണീറ്റു. അവളെ എന്നെ വല്ലാതെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കണ്ണുകൾ അവളെ പിന്തുടർന്നു. അവൾ കൗണ്ടറിൽ കാശ് കൊടുത്ത സമയത്ത് അവൾ കാഷ്യറിൽ ഒരു ലേഡിയുള്ളത്. ലേഡിയോട് ചോദിച്ചു, "പ്ലീസ് മിസ്, ക്യാൻ യു ടെൽ മീ ഇഫ് ദാറ്റ് ജെന്റിൽമാൻ ഈസ് എൻ ഇന്ത്യൻ?" ആ ഇരിക്കുന്ന ആൾ ഒരു ഇന്ത്യക്കാരനാണോ എന്ന് ചോദിച്ചു. ഐ തിങ്ക് സോ, ദ കാഷ്യർ ആൻസേർഡ്. കാഷ്യർ തിരിച്ച് മറുപടി പറഞ്ഞു, അത് എനിക്ക് തോന്നുന്നു അയാളെ കണ്ടിട്ടൊരു ഇന്ത്യക്കാരനാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി ഞാൻ എന്ന് പറയുന്ന നരേറ്ററെ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കിയിരുന്നത് എന്നുള്ളത്. എന്തുകൊണ്ടാണ്? എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അതിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ഈ നരേറ്ററായിട്ടുള്ള ഐ എന്ന് പറഞ്ഞ് ഇവിടെ സംസാരിക്കുന്ന വ്യക്തി ഒരു ഇന്ത്യക്കാരനാണ്. ഡസ് ഹി കം ഹിയർ ഓൾ ദ ടൈം? അയാൾ ഇവിടെ എപ്പോഴും വരാറുണ്ട്. ഇയാളിതൊക്കെ കേൾക്കുന്നുണ്ട്, ഈ നരേറ്റർ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. അയാൾ ഇവിടെ കസ്റ്റമറായിട്ട് എപ്പോഴും വരാറുണ്ടോ? പെർഹാപ്സ് നോട്ട്. ഐ ഡു നോട്ട് റീകോൾ ഹാവിങ് സീൻ ഹിം ബിഫോർ. അപ്പോൾ കാഷ്യർ പറഞ്ഞു, ഇല്ല, സാധ്യതയില്ല, കാരണം ഞാൻ മുമ്പ് ഇയാളതുവരെ ഇവിടെ കണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എനിക്ക്. താങ്ക് യു, സെഡ് ദ ഗേൾ ആൻഡ് ലുക്ക് അറ്റ് മീ വൺസ് മോർ വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ
ആൻഡ് വെൻറ്റ് ഔട്ട്. ക്യാഷ് കൗണ്ടറിലുള്ള ആളോട് നന്ദി പറഞ്ഞ് ലേഡി പുറത്തേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടി അപ്പോഴും എന്നെ ഒന്നിങ്ങനെ നോക്കി. വിത്ത് എ സ്റ്റാർട്ടിൽഡ് എയർ ആൻഡ് വെൻറ്റ് ഔട്ട്. വളരെ സർപ്രൈസ്ഡ് ആയിട്ട് ഒരു ഇന്ത്യക്കാരനെ കണ്ട എന്തോ ഒരു പുതുമ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ ചിലപ്പോൾ ബ്രിട്ടീഷുകാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ വിദേശ ടൂറിസ്റ്റുകൾ വരുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കൗതുകത്തോടു കൂടി അവരെ നോക്കുമായിരുന്നു. ഒരു പക്ഷേ എപ്പോഴും നമ്മൾ അങ്ങനെ കൗതുകത്തോടെ നോക്കിയേക്കാം എന്നതുപോലെ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് അതിന് എന്തെങ്കിലും പ്രത്യേകം കാരണങ്ങളുണ്ടാവും. ഇറ്റ് സർപ്രൈസ്ഡ് മീ. വൈ? വാട്ട് വാസ് ദ മാറ്റർ? ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. When I had finished my lunch, I asked the waitress, "Do you know the girl who was sitting over there?" അപ്പോൾ അത് എനിക്കൊരു സർപ്രൈസായി. എനിക്കും ഒരു ആശ്ചര്യം അത്ഭുതമൊക്കെ തോന്നി. എന്താണ് ഇപ്പോൾ അവള്? വാട്ട് വാസ് ദ മാറ്റർ? അവളിപ്പോൾ എന്നെങ്ങനെ നോക്കാൻ, എന്നെക്കുറിച്ച് ചോദിക്കാൻ എന്തായാലും കാരണം? അവൾക്ക് എന്നെക്കുറിച്ച് എന്തോ അറിയണമെന്ന് അവൾക്കുണ്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് എനിക്കും തോന്നി. ഹെർ ഇൻട്രസ്റ്റ് ഇൻ മീ അറൗസ്ഡ് മൈ ഇൻട്രസ്റ്റ് ഇൻ ഹെർ. അവൾക്ക് എന്നെക്കുറിച്ച് അറിയാനുള്ള താല്പര്യം എനിക്ക് അവളെക്കുറിച്ച് അറിയാനുള്ള താല്പര്യവും അറൗസ്ഡ് ഉണർത്തി വർദ്ധിപ്പിച്ചു. വെൻ ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ ലഞ്ച് ഐ ആസ്ക്ഡ് ദ വെയിട്രസ്. അങ്ങനെ ഞാൻ എൻ്റെ ലഞ്ചൊക്കെ പൂർത്തിയാക്കിയ ശേഷം ആ വെയിട്രസിനോട് ചോദിച്ചു, ഡു യു നോ ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് ഓവർ ദെയർ? ആ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിച്ച് എണീറ്റ് പോയ ആ പെൺകുട്ടിയെ നിങ്ങൾക്കറിയോ? നോ സർ, ഐ ഡു നോട്ട് നോ ഹെർ ടു സ്പീക്ക് ഓഫ്. ഐ ഹാവ് നോട്ടീസ്ഡ് ഷീ ഹാസ് ലഞ്ച് ഹിയർ ഓൺ സാറ്റർഡേയ്സ്. ഇല്ല സാർ, എനിക്ക് അവളെ അറിയില്ല. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, മിക്കവാറും സാറ്റർഡേയ്സിൽ അവൾ ലഞ്ച് കഴിക്കാൻ ഇവിടെ വരാറുണ്ട്. ഡസൻ ഷീ കം ഓൺ എനി അതർ ഡേ? മറ്റുള്ള ദിവസങ്ങളിലൊന്നും വരാറില്ലേ? ഐ നെവർ സീ ഹെർ ഓൺ അതർ ഡേയ്സ്. മറ്റുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ അവളെ കണ്ടിട്ടില്ല. ഹാവ് യു എനി ഐഡിയ ഹൂ ഷീ ഈസ്? അവൾ ആരാണെന്നറിയോ? പെർഹാപ്സ് ഷീ വർക്ക്സ് ഇൻ എ നിയർ ബൈ ഷോപ്പ്. ഒരു പക്ഷേ ഇവിടെ അടുത്ത ഏതെങ്കിലും ഷോപ്പിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരി ആയിരിക്കാം. ഹൗ ഡു യു നോ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി? സാറ്റർഡേ ഈസ് പേ ഡേ. ദാറ്റ് ഈസ് വെൻ ഷീ കംസ്. സാറ്റർഡേ ആണ് അത്തരത്തിൽ ജോലി ചെയ്യുന്ന ഷോപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്ന മിക്കവാറും ആളുകൾക്കൊക്കെ വീക്കെൻഡിലാണ് പേയ്മെൻറ്റ് കിട്ടുക. അതുകൊണ്ടാണ് ആ വീക്കെൻഡിൽ കാശ് കിട്ടുമ്പോൾ കയ്യിൽ കാശുണ്ടാവും, അതുകൊണ്ട് വന്ന് ലഞ്ച് കഴിച്ച് പോവും. ഓൺ അതർ ഡേയ്സ് ഷീ മേ നോട്ട് ബി ഏബിൾ ടു അഫോർഡ് ലഞ്ച്. പെർഹാപ്സ് ഷീ ഡസ് നോട്ട് ഏൺ വെരി മച്ച്. മറ്റു ദിവസങ്ങളിൽ ലഞ്ച് കഴിക്കാൻ ഒരു പക്ഷേ അവൾക്ക് സാമ്പത്തികമായിട്ട് കഴിയുന്നുണ്ടായിരിക്കില്ല. കാരണം അത്രയ്ക്കുള്ള വരുമാനമൊന്നും ഒരു ഷോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടിക്കൊള്ളുന്നില്ല. പിന്നെ അവളെ കണ്ടാൽ തന്നെ ഒരു പാവം പെൺകുട്ടിയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഐ വാസ് മൂവ്ഡ് ബൈ വാട്ട് ഷീ സെഡ്. അവൾ അതുകൂടി പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ സംതിങ് ഐ ഫെൽറ്റ് സാഡ്. മൂഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ ഒരു സങ്കടം, ഒരു ദുഃഖം, അല്ലെങ്കിൽ അവളോടൊരു സിമ്പതി എൻ്റെ മനസ്സിൽ കയറിക്കൂടി. ദ ക്യൂരിയോസിറ്റി ഐ ഫെൽറ്റ് അബൌട്ട് ദ ഗേൾ പെർസിസ്റ്റഡ്. ഹൂ വാസ് ദ ചൈൽഡ്? Why had she enquired about me? Was some mystery the cause of her interest? Her poverty-stricken, sad and anxious figure took possession of my thoughts. അപ്പോൾ my eagerness to know more about that girl that insisted in me to enquire about her. അവളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം എന്നെങ്ങനെ മാനസികമായി നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എന്തിന്? അവളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ. Who was the child? ഏതാണ് ആ പെൺകുട്ടി? വൈ ഹാഡ് ഷീ എൻക്വയർഡ് അബൌട്ട് മീ? അവൾ എന്തുകൊണ്ടായിരിക്കും എന്നെക്കുറിച്ച് അറിയാൻ അവിടെ അന്വേഷിച്ചത്? വാസ് എ മിസ്റ്ററി ദ കോസ് ഓഫ് ഹർ ഇൻട്രസ്റ്റ്? എന്തെങ്കിലും നിഗൂഢതകൾ അതിൻ്റെ പിറകിലുണ്ടോ അവളുടെ താല്പര്യത്തിൻ്റെ പിന്നിൽ? അവളുടെ ആ ഒരു പോവർട്ടി സ്ട്രിക്കൺ, സാഡ് ആൻഡ് ആൻഷ്യസ് ഫിഗർ, ആകെ പച്ചപ്പാവാണ് കണ്ടാൽ, ദുഃഖം മുഖത്ത് തളം കെട്ടി നിൽക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ ഒരു ആങ്സൈറ്റി, ഒരു ജിജ്ഞാസ, അല്ലെങ്കിൽ എന്തൊക്കെ അറിയണമെന്ന താല്പര്യം, എന്നെക്കുറിച്ച് അറിയണമെന്നുള്ള അവളുടെ താല്പര്യം എല്ലാം അവളുടെ മുഖത്തുനിന്ന് ഞാൻ വായിച്ചെടുത്തു. അതെൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. എൻ്റെ ചിന്തയിൽ അതിങ്ങനെ തളം കെട്ടി നിൽക്കുന്നു. ഓൺ സൺഡേയ്സ് ആൾ ലണ്ടൻ ഷോപ്സ് ആർ ക്ലോസ്, സോ ഐ സെറ്റ് ഔട്ട് ടു ലുക്ക് ഫോർ ഹെർ ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ഓൺ മൺഡേ മോർണിംഗ്. അങ്ങനെ അടുത്ത ദിവസം സൺഡേ ആണ്, ലണ്ടനിലെ എല്ലാ ഷോപ്പുകളും അടച്ചു കിടക്കായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു ദിവസം നെക്സ്റ്റ് മൺഡേ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം, ഇതൊരു സാറ്റർഡേ ആണ് സംഭവങ്ങൾ നടക്കുന്നത്. സൺഡേ കഴിഞ്ഞ് മൺഡേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഈ പെൺകുട്ടിയെ തേടി നരേറ്റർ പുറപ്പെടുകയാണ്. ഈ പേഴ്സോണ ഓഫ് ദ സ്റ്റോറി, ഈ സ്റ്റോറിയിലെ സ്പീക്കർ ആരാണെന്ന് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ഐ ലുക്ക്ഡ് ഇൻ ടു ദ ഷോപ്സ് ഓൺ ദ സ്ട്രീറ്റ്സ് നിയർ സെൻറ്റ് മാർട്ടിൻസ് ലെയ്ൻ ആൻഡ് എസ്പെഷ്യലി ദ ഷോപ്സ് ഓൺ ദ സ്ട്രാൻഡ്, ബട്ട് ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ. ഞാനങ്ങനെ എല്ലാ ഷോപ്പുകളിലൂടെയും പോയി നോക്കി. ആ സെൻറ്റ് മാർട്ടിൻസ് ലെയ്നിലുള്ള, പ്രത്യേകിച്ചും സ്ട്രാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഷോപ്പുകൾ മുഴുവൻ ഞാൻ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ സെർച്ച് ചെയ്തു. പക്ഷേ ആ പെൺകുട്ടിയുടെ ഒരു പൊടി പോലും കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല. ഐ ഫൗണ്ട് നോ ട്രേസ് ഓഫ് ദ ഗേൾ. ദ വീക്ക് പാസ്റ്റ്, സാറ്റർഡേ കെയിം അഗെയിൻ. ഐ പ്രസൻറ്റഡ് മൈസെൽഫ് അറ്റ് ദ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് വൺസ് മോർ
As I entered, I saw her sitting at the same table as before. ഒരാഴ്ച കഴിഞ്ഞു, അടുത്ത ശനിയാഴ്ചയായി. ഞാൻ വീണ്ടും ഇതേ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ തന്നെ പോയി. ഞാൻ അവിടെ ചെന്നതും അവിടെ അതാ ആ പെൺകുട്ടി അന്നിരുന്ന അതേ ടേബിളിൽ അതേ സ്ഥാനത്ത് ഇരിക്കുന്നു. അവൾ ഭക്ഷണം കഴിക്കുകയായിരുന്നു. I walked up and took the chair opposite her, saying good afternoon. ഞാൻ ഡയറക്റ്റായിട്ട് എന്ത് ചെയ്തു, അവൾ ഇരിക്കുന്ന ടേബിളിൽ അവളുടെ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ചെയറിൽ പോയിരുന്നിട്ട് ആ പെൺകുട്ടിയെ വിഷ് ചെയ്തു. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞപ്പോൾ ഷീ റെസ്പോണ്ടഡ് ഹെസിറ്റൻലി ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണെങ്കിൽ കൂടി ഞാൻ ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞതല്ലേ, തിരിച്ച് പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു ഗുഡ് ആഫ്റ്റർനൂൺ തിരിച്ചും പറഞ്ഞു. കാരണം മുമ്പ് കണ്ട് പരിചയമുണ്ടോ? ഇല്ല. ആ മുന്നത്തെ സാറ്റർഡേ കണ്ട പരിചയമുള്ളൂ, മറ്റൊരു പരിചയവുമില്ല. By making one brief remark after another, I was able slowly to start a conversation. At last she asked, "Are you an Indian?" അങ്ങനെ ചെറിയ ചെറിയ സംസാരങ്ങളൊക്കെ സ്മോൾ ടോക്കുകൾ നടത്തി. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ, ഞാൻ വളരെ സ്ലോലി എന്ത് ചെയ്തു, അവളുമായിട്ട് റാപ്പ് സ്ഥാപിച്ചു, ഒരു ബന്ധം സ്ഥാപിച്ചു. മീൻസ് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാനസികമായിട്ട് മാറ്റിയെടുത്തു. അവസാനം അവൾ എന്നോട് തന്നെ മുഖത്ത് നോക്കി ചോദിച്ചു, "ആർ യു ആൻ ഇന്ത്യൻ?" നിങ്ങളൊരു ഇന്ത്യക്കാരനാണോ? നിങ്ങൾ മനസ്സിലാക്കണം മറ്റൊരു കാര്യം, പ്രഭാത് കുമാർ മുഖോപാധ്യായ് ജീവിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ മുമ്പാണ് എന്നുള്ള ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത് നന്നായിരിക്കും. ബൈ മേക്കിംഗ് വൺ ബ്രീഫ് റിമാർക്ക് ആഫ്റ്റർ അനദർ, I was able slowly to start a conversation. Last she asked, "Are you an Indian?" "Yes." "Excuse me, are you a vegetarian?" ഞാൻ ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, നിങ്ങൾ വെജിറ്റേറിയൻ ആണോ? "Why do you ask that?" അങ്ങനെ എത്ര സംഭാഷണങ്ങൾ തുടങ്ങിയിട്ട് ആദ്യം കുട്ടിക്ക് ചോദിക്കാനുള്ളത് അതാണ്, നീ എന്താടി അങ്ങനെ ചോദിക്കുന്നത്? "I have heard that most Indians are vegetarians." ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ത്യക്കാർ മിക്കവാറും വെജിറ്റേറിയൻസ് ആണെന്ന്. "How is it that you know anything about India?" ഓഹോ, ഇന്ത്യക്കാരെ കുറിച്ച് നീ കേട്ടിട്ടുണ്ട്, അപ്പോൾ ഇന്ത്യക്കാരെ കുറിച്ച് നിനക്ക് എവിടെ നിന്നാണ് ഇങ്ങനെ അറിവുകൾ കിട്ടിയത്? "How is it that you know anything about India?" "My elder brother is in India. He is a soldier." ഓ, എൻ്റെ എൽഡർ ബ്രദർ ഇന്ത്യയിലാണ് ഇപ്പോൾ ഉള്ളത്, സോൾജിയറാണ്, പട്ടാളത്തിൽ സേവനം ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ ട്രൂപ്പിലെ അംഗമാണ് ആര്? ഈ പറയുന്ന പെൺകുട്ടിയുടെ ബ്രദർ. "I am not much of a vegetarian," I answered her question. ഞാൻ അത്ര അങ്ങനെ വെജിറ്റേറിയൻ ഒന്നും അല്ല, ബട്ട് ഐ എൻജോയ് എ വെജിറ്റേറിയൻ മീൽ നൗ ആൻഡ് ദെൻ. പക്ഷേ വെജിറ്റേറിയൻ മീൽ എനിക്കിഷ്ടമാണ്. ദ ഗേൾ സീംഡ് ഡിസപ്പോയിൻറ്റഡ്. ഇത് കേട്ടപ്പോൾ പെൺകുട്ടിക്ക് എന്തോ ഒരു നിരാശ അവളുടെ മുഖത്ത് നമ്മളുടെ നരേറ്റർ വായിച്ചെടുത്തു. "I learned that her only guardian was this elder brother. She lived with her old widowed mother." അങ്ങനെ അവളുമായിട്ടുള്ള നീണ്ട സംഭാഷണത്തിൽ ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി. അവളുടെ ഗാർഡിയൻ, അവളുടെ രക്ഷിതാവ്, അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിൻ്റെ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് ഈ സഹോദരനാണ്. പിന്നെ അവൾ ജീവിക്കുന്നത് വിധവയായ അവളുടെ അമ്മയുടെ കൂടെയാണ്. "Do you hear from your brother?" "We have not had a letter from him for a long time." "Do you hear from your brother?" ഹിയർ ഫ്രം സംബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം? നമുക്ക് ലെറ്ററായിട്ടോ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളായിട്ടോ മറ്റൊരു വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഇൻറ്റിമേഷൻ, അറിയിപ്പ് അല്ലെങ്കിൽ വിവരങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് എന്നർത്ഥം. അപ്പോൾ നിൻ്റെ ബ്രദർ ഇപ്പോൾ അടുത്തെങ്ങാനും കത്തയച്ചിരുന്നോ അല്ലെങ്കിൽ വിളിച്ചിരുന്നോ? നമ്മൾ ചോദിക്കൂലേ, മറ്റൊരാളിപ്പോൾ വിദേശത്തൊക്കെ ആണെങ്കിൽ ആൾ വിളിച്ചിരുന്നോ എന്ന് ചോദിക്കൂലേ, അതന്നെ. "Do you hear from your brother?" "We have not had a letter from him for a long time." കുറേ കാലമായിട്ട് ഞങ്ങൾക്ക് ബ്രദറിൽ നിന്ന് കത്തൊന്നും കിട്ടാറില്ല. "My mother is so worried." എന്താണ്? എൻ്റെ അമ്മ വല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്, പേടിച്ച് അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. "People tell her that India is full of tigers and snakes and fevers." ആളുകൾ പറയുന്നു അമ്മയോട് എന്ത്? ഇന്ത്യയിൽ ആകെ നിറച്ച് ടൈഗേഴ്സും പാമ്പുകളും കടുവകളും പിന്നെ പലതരത്തിലുള്ള പനികളും ഒക്കെയാണ് സ്ഥിരമായിട്ടെന്ന്. "She is afraid something has happened to him." അമ്മയുടെ പേടി എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദറിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള പേടിയാണ്. "Is it true, sir, that India is full of tigers and snakes and fevers?" സാറ് ശരിയാണോ ഇന്ത്യയിൽ ആകെ നിറച്ച് ടൈഗേഴ്സ് ഉണ്ട്, പാമ്പുകളുണ്ട്, അതുപോലെ പല തരത്തിലുള്ള പനികളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ശരിയാണോ? "No," I smiled. "How could people live there if it were?" The girl sighed softly. "ഏയ്, അങ്ങനെയൊന്നുമില്ല മോളെ. പിന്നെ എങ്ങനെ ഇന്ത്യയിൽ ജനങ്ങൾക്ക് താമസിക്കാൻ കഴിയും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ?" എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമായി. കണ്ടോ, അയാളുടെ വാക്കുകൾ അവൾക്ക് കൊടുത്ത ആശ്വാസം അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു.
അവൾക്ക് ഒരു സമാധാനം തോന്നി. മദർ സേസ് ഷീ വുഡ് ലൈക്ക് ടു ആസ്ക് ആൻ ഇന്ത്യൻ അബൌട്ട് ദീസ് തിങ്സ് ഇഫ് ഷീ ക്യാൻ ഫൈൻഡ് ആൻ ഇന്ത്യൻ. എൻ്റെ അമ്മ എന്നോട് എപ്പോഴും പറയാറുണ്ട്, ഒരു ഇന്ത്യക്കാരനെ കാണുകയാണെന്ന് വെച്ചാൽ നേരിട്ട് ചോദിക്കാമായിരുന്നു. ഇത് മറ്റുള്ളവർ ബ്രിട്ടീഷ് അവിടുത്തെ ഇംഗ്ലീഷുകാർ അയൽവാസികൾ മറ്റുള്ളവർ അമ്മയോട് പറയുന്ന കേട്ടറിവാണിതെല്ലാം. ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരാളെ നേരിട്ട് കാണാൻ കിട്ടുകയാണെങ്കിൽ അയാളുടെ നേരിട്ട് ചോദിച്ചറിയാമായിരുന്നു എന്താണ് ഇന്ത്യയിലെ സ്ഥിതിവിശേഷങ്ങൾ, ഇങ്ങനെയൊക്കെ തന്നെയാണോ, സത്യാവസ്ഥ എന്താണെന്നൊക്കെ. ദ ഗേൾ ലുക്ക്ഡ് അറ്റ് മീ വിത്ത് ഐസ് ഫുൾ ഓഫ് എൻട്രീറ്റി. അവളുടെ മുഖത്ത് നോക്കി അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയാൽ ശരിക്കും മനസ്സിലാവുമെന്ന് അവൾക്ക് എന്നോട് ചോദിക്കണമെന്നുണ്ട്. ഷി വാണ്ട്സ് ടു റിക്വസ്റ്റ് മീ ടു അക്കമ്പനി ഹെർ ടു ഹെർ മദർ. എന്നോട് ചോദിക്കണമെന്നുണ്ട് അവളുടെ കൂടെ അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഒന്ന് പോകുമോ എന്ന്. എൻട്രീറ്റി എന്ന് പറഞ്ഞ റിക്വസ്റ്റ്. ഐ അണ്ടർസ്റ്റുഡ് ഹൗ ഷി ഫെൽറ്റ്. എനിക്ക് മനസ്സിലായി അവൾക്ക് എത്രത്തോളം അത് ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഷീ വാണ്ടഡ് മീ ടു സീ ഹെർ മദർ. അവളുടെ അമ്മയെ ഞാൻ കാണണം. ബട്ട് ഷീ ഡിഡ് നോട്ട് ഹാവ് ദ കറേജ് ടു ആസ്ക് മീ ടു അക്കമ്പനി ഹെർ ഹോം. അവളുടെ കൂടെ അവളുടെ വീട്ടിലേക്ക് ചെല്ലാൻ എന്നെ ക്ഷണിക്കാനുള്ള ധൈര്യം അവൾക്ക് അപ്പോൾ വരുന്നില്ല. അതൊക്കെ എനിക്കിങ്ങനെ ഞാൻ ശരിക്കും ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് തോന്നി. ഈ ഐ എന്ന് പറയുന്നത് ആരാണെന്ന് ഇപ്പോഴും നമുക്ക് ഒരു ഇന്ത്യക്കാരാണെന്ന് മനസ്സിലായി. പ്രഭാത് കുമാർ മുഖോപാധ്യായ തന്നെയാണോ എന്നറിയില്ല അല്ലേ, ആരാന്നുള്ളത് നമുക്ക് നോക്കാം. എ കീൻ ഡിസയർ ടു മീറ്റ് ദിസ് പുവർ ആങ്ഷ്യസ് മദർ ടു ഹോൾഡ് ഓഫ് മീ. അപ്പോൾ എനിക്കും ആ പാവം അമ്മയെ, അതാണെങ്കിൽ ഇന്ത്യക്കാരെക്കുറിച്ച് ഇന്ത്യക്കാരിൽ നിന്ന് അറിയാനുള്ള ജിജ്ഞാസയോടുകൂടി ജീവിക്കുകയാണ്. അപ്പോൾ അമ്മയെ കണ്ടൊന്ന് ആശ്വസിപ്പിക്കാമെന്ന് എനിക്കും തോന്നി. ഐ ഹാഡ് നോട്ട് ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ആൻ ഇംപവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം. ഞാൻ ഇംഗ്ലണ്ടിൽ വന്നിട്ട് എനിക്ക് ഇതുവരെ ഒരു ഇംപവറിഷ്ഡ് ഇംഗ്ലീഷ് ഹോം, എ പുവർ ഇംഗ്ലീഷ് ഹോം, നമ്മൾ ഇംഗ്ലീഷുകാരെ കാണുമ്പോൾ അവരൊക്കെ വളരെ സമ്പന്നരാണെന്നുള്ള തെറ്റിദ്ധാരണ നമുക്കുണ്ടാവും. ഒരു പുവറായിട്ടുള്ളൊരു ഇംഗ്ലീഷ് ഫാമിലിയുടെ വീട് കാണാനുള്ളൊരവസരം എനിക്കിതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്തരത്തിലൊരു അവസരം കൂടി എനിക്ക് കിട്ടും ചെയ്യും. ഐ വിഷ്ഡ് ടു സീ ഹൗ ദ പുവർ ലിവ്ഡ് ഇൻ ദിസ് കൺട്രി. ഈ രാജ്യത്തെ പാവങ്ങൾ, ഇംഗ്ലണ്ടിലെ പാവങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് അറിയാനുള്ള ആഗ്രഹം എനിക്കും ഉണ്ടായി. ടു നോ വാട്ട് ദേ തിങ്ക്. അവരെന്താണ്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത്. വിൽ യു ഇൻട്രൊഡ്യൂസ് മീ ടു യുവർ മദർ സം ടൈം. അപ്പം ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അവൾക്ക് ഇങ്ങോട്ട് ചോദിക്കാൻ ധൈര്യമില്ലാന്ന് മനസ്സിലായപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഒരു ദിവസം നിൻ്റെ അമ്മയ്ക്ക് എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുമോ? വുഡ് യു ലൈക്ക് മീ ടു അക്കമ്പനി യു ഹോം. ഞാൻ നിൻ്റെ വീട്ടിലേക്ക് പോന്നോട്ടെ? ഐ ക്യാൻ ഗോ സം ഡേ. ഒരു ദിവസം നിൻ്റെ കൂടെ പോരാം. ദ ഗേൾസ് ഐസ് ബ്രിംഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. അത് കേട്ടപ്പോൾ ആ മോളുടെ മുഖം, ആ പെൺകുട്ടിയുടെ മുഖം കണ്ട് പൂ വിടർന്ന പോലെയായി. എന്ന് പറഞ്ഞാൽ ഫിൽഡ് വിത്ത് ഗ്രേറ്റ്ഫുൾനെസ്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയാത്ത വിധം മനസ്സിൽ സന്തോഷം നിറഞ്ഞു. അത് ആ മുഖത്ത് വിരിഞ്ഞു. താങ്ക് യു എവർ സോ മച്ച്. വളരെ നന്ദി സാർ. അവൾ ആഗ്രഹിച്ചത്, ചോദിക്കാൻ ഭയപ്പെട്ടത്, ഈ നരേറ്റർ തിരിച്ച് അങ്ങോട്ട് ചോദിച്ച് അങ്ങോട്ട് വരാം എന്ന് പറയുമ്പോഴുള്ള ആ ഒരു സന്തോഷം എത്രയാണ്. ഷീ സെഡ്, ഇറ്റ് ഈസ് സോ കൈൻഡ് ഓഫ് യു, ക്യാൻ യു കം നൗ. വല്ലാത്ത സന്തോഷം, വളരെയധികം നന്ദിയുണ്ട്, നല്ല മനുഷ്യൻ. ഇപ്പോൾ വരാൻ പറ്റുമോ എന്നൊരു ചോദ്യം. ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ വരാൻ പറ്റുമോ എന്നാണ് അടുത്ത ചോദ്യം. വിത്ത് പ്ലഷർ, ഓഫ് കോഴ്സ്. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ വരാം. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. No, not at all. This afternoon is entirely my own. The girl was delighted. We finished our lunch and got up together. അല്ല, ഞാനിപ്പോൾ പോന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇന്നത്തെ എന്തെങ്കിലും വർക്കുകൾ എന്തെങ്കിലും മുടങ്ങുമോ എന്ന് ചോദിക്കാണ്ട്. ഇറ്റ് വിൽ നോട്ട് ഇൻ്റർഫിയർ വിത്ത് എനിത്തിങ് എൽസ് യു ഹാവ് ടു ഡു. നിങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് ശേഷം ചെയ്യാനുള്ള എന്തെങ്കിലും തടസ്സമാവുമോ ഞാനിപ്പോൾ നിങ്ങളുടെ കൂടെ പോന്നു കഴിഞ്ഞാൽ എന്ന് ഈ നരേറ്റർ ചോദിക്കാണ്. നോ നോട്ട് അറ്റ് ആൾ. ഒരിക്കലുമില്ല. ദിസ് ആഫ്റ്റർനൂൺ ഈസ് എൻറ്റയർലി മൈ ഓൺ എന്ന് പറഞ്ഞാൽ ഈ ആഫ്റ്റർനൂൺ ഞാൻ ഫുൾ ഫ്രീ ആണ്, എനിക്ക് ഒരു വർക്കുമില്ല. ദ ഗേൾ വാസ് ഡിലൈറ്റഡ്. ഗേൾ വളരെ ഹാപ്പി ആയിരുന്നു. ഷി വാസ് വെരി ഹാപ്പി. ദേ ഫിനിഷ്ഡ് ദെയർ ലഞ്ച് ആൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട്. വി ഫിനിഷ്ഡ് അവർ ലഞ്ച് ആൻഡ് ഗോട്ട് അപ്പ് ടുഗെദർ. ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് എണീറ്റു. ആസ് വി വാക്ക്ഡ് ഐ ആസ്ക്ഡ് ഹെർ, മേ ഐ നോ യുവർ നെയിം. അതുവരെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ ചോദിച്ചു, പേരെന്താണെന്ന് പറഞ്ഞില്ല. മൈ നെയിം ഈസ് ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. പേര് ഓർത്ത് വെക്കുക, ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ പേര് നമുക്ക് കിട്ടി. എന്താണ്? ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ്. വുഡ് യു മൈൻഡ് വാക്കിംഗ്, ഷീ ആസ്ക്ഡ്. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? നോട്ട് അറ്റ് ആൾ. ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ഫോർ യു. നിനക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് നടന്നു പോവാം. നോ, ഐ വാക്ക് ഹോം എവറി ഡേ. ഞാൻ വീട്ടിലേക്ക് നടന്നു തന്നെ പോവാറ്. അപ്പോൾ ഞാൻ ആ പെൺകുട്ടിയോട് ചോദിച്ചു, ഡു യു കം ദിസ് വേ ഓഫൺ? ഈ വഴിക്കാണോ എപ്പോഴും വരാറുള്ളത്? യെസ്, ഐ വർക്ക് ആസ് എ ടൈപ്പിസ്റ്റ് ഇൻ ദ സിവിൽ സർവീസ് സ്റ്റോഴ്സ്. മനസ്സിലാക്കിക്കോളൂ, ഈ പെൺകുട്ടിയുടെയും ഈ നരേറ്ററുടെയും ക്യാരക്ടർ സ്കെച്ച് പരീക്ഷകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. പെൺകുട്ടിയുടെ ടൈപ്പിസ്റ്റാണ്, അവിടെ അടുത്തുള്ള സിവിൽ സർവീസ് സ്റ്റോഴ്സിലാണ് ജോലി ചെയ്യുന്നത്. എവറി ആഫ്റ്റർനൂൺ ഐ കം ഹോം ദിസ് വേ. എല്ലാ വൈകുന്നേരങ്ങളിലും
ഞാൻ ഈ വഴിക്കാണ് വരാറുള്ളത്. ടുഡേ ഈസ് സാറ്റർഡേ സോ ഐ ആം ഓഫ് ഏർലി. ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് കുറച്ച് നേരത്തെ വിട്ടതാണ്. ഷാൾ ഐ കോൾ യു മിസ് ക്ലിഫോർഡ് ഓർ ആലിസ് മാർഗരറ്റ് ക്ലിഫോർഡ് എന്നൊക്കെ ഇപ്പോൾ എങ്ങനെ നമ്മൾ വിളിക്കുക? വിളിപ്പേരെന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണെന്ത്, ഞാൻ നിന്നെ മിസ് ക്ലിഫോർഡ് എന്ന് വിളിച്ചോട്ടെ, അല്ലെങ്കിൽ മിസ് ആലിസ് എന്ന് വിളിച്ചോട്ടെ. ഐ ആം നോട്ട് ഗ്രോൺ അപ്പ് യെറ്റ്, യു മേ കാൾ മീ വാട്ട് യു ലൈക്ക്. എന്നെ മിസ്സൊന്നും വിളിക്കാൻ ഞാൻ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, അത്ര വളർന്നിട്ടൊന്നുമില്ല, ഞാൻ കുട്ടിയല്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. ഐ ആം യൂഷ്വലി കാൾഡ് മാഗി. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഷീ ലാഫ്റ്റ്. എന്നെ എല്ലാവരും മാഗി എന്നാണ് വിളിക്കാറുള്ളത്. ആർ യു വെരി ആങ്ഷ്യസ് ടു ഗ്രോ അപ്പ്? വളരെ ആങ്ഷ്യസ് ആണോ, പെട്ടെന്ന് വളരണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു നാരേറ്റർ. യെസ്, അതേന്ന് പറഞ്ഞു. അവളുടെ മറുപടി അതേന്നാണ്. ടെൽ മീ വൈ? എല്ലാവരും പറയാം പെട്ടെന്ന് വളരണ്ടെന്നാണ് ആഗ്രഹിക്കുക. എന്തുകൊണ്ടാണ് പെട്ടെന്ന് വളരണമെന്ന് ഇത്ര ആഗ്രഹം? വെൻ ഐ ഗ്രോ അപ്പ് ഐ ഷാൽ ബി പെയ്ഡ് മോർ ഫോർ മൈ വർക്ക് മൈ മദർ ഈസ് ഓൾഡ്. എന്താ കാരണം? ഞാൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ പണം കിട്ടും. ഇതേ പണി കുറച്ചുകൂടി വലിയ ആളാണ് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് കൂടുതൽ കാശ് കിട്ടും. പിന്നെ എൻ്റെ അമ്മയാണെങ്കിൽ വളരെ പ്രായം ചെന്ന അമ്മയാണ്. മൈ മദർ ഈസ് ഓൾഡ്. ഈസ് ദ വർക്ക് യു ഡു ടു യുവർ ലൈക്കിംഗ്? നീ ചെയ്യുന്ന ജോലി നിനക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണോ? നിനക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണോ ഇത്? അങ്ങനെ സംഭാഷണം അവരുടെ തുടരുകയാണ്. ആ സംഭാഷണത്തിലൂടെ രണ്ട് കഥാപാത്രങ്ങളും തമ്മിൽ അടുക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്, എന്താണ് ഇവിടെ ഹ്യൂമൻ ബോണ്ട് റിലേഷൻഷിപ്പ് എങ്ങനെയാണ് കൂടുതൽ ദൃഢമാവുന്നതും അത് പരസ്പരം അവർ അതിൻ്റെ നന്ദിയും മറ്റും കാണിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ ഡിസ്കഷനിൽ നമുക്ക് ചർച്ച ചെയ്യാൻ ഇന്നത്തെ ഡിസ്കഷനിൽ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സ്ഥിരമായി നോട്ടിഫിക്കേഷൻ ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്ത് വെക്കുക. വാട്സപ്പ് വഴി ലിങ്കുകൾ ലഭിക്കണമെന്ന് താല്പര്യമുള്ളവർ 9947969110 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, സ്കൂളിൻ്റെ പേര്, സ്ഥലപ്പേര് എന്നിവ അയച്ചു തന്നു കഴിഞ്ഞാൽ സ്ഥിരമായി നോട്ടിഫിക്കേഷൻ വാട്സപ്പ് വഴി ലഭിക്കുന്നതാണ്. താങ്ക്